എന്നാ ഞാൻ ഇറങ്ങട്ടെ. പറ്റുവാണെങ്കിൽ നീ അവളുമായിട്ടൊന്ന് സംസാരിക്കും. ആ പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അപ്പുവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ലെന്ന് പറഞ്ഞേക്കണം. ദാ അമ്മ രാവിലെ എവിടെ പോയതാ? മാളുവിന്റെ ഈ മാറ്റത്തില് അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. കൈവശ പ്രയോഗമാണെന്നൊക്കെയാ അമ്മ പറയുന്നത്. അതിന് ജോത്സ്യനെ കാണാൻ പോയതാവും. രാവിലെ അമ്പലത്തിലൊന്ന് കേറിയിട്ട് ഞാൻ നേരെ കൃഷ്ണൻകണിയാന്റെ അടുത്തേക്കൊന്ന് പോയി. എന്റെ അച്യുതി, എന്നെ കണ്ടതും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആളുടെ വക ഒരു ചോദ്യം. കാര്യങ്ങളൊന്നും അത്ര വെടിപ്പായിട്ടല്ലല്ലോ ഇന്ദിരാമേ പോകുന്നതെന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഉണ്ടായതൊക്കെ ഞാനങ്ങ് വിശദമായിട്ട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കി. എന്റെ മുരളി, പ്രശ്നത്തിൽ തെളിഞ്ഞത് കണ്ടിട്ടേ കണിയാന്റെ പോലും കണ്ണു തള്ളിപ്പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. എടി മോളെ, ഞാൻ ഇന്നലെ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? അത് അച്ചട്ടായിരുന്നു. സംഗതി കൈവശം തന്നെ. എന്തൊക്കെയമ്മ ഈ പറയുന്നേ? സത്യന്നേ, അതും മയത്തിലുള്ള പ്രയോഗമൊന്നുമല്ല. എന്തോ ലോകപ്പൊടി ഭക്ഷണത്തിൽ ചേർത്താണ് പോലും കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ ചെന്നാ പിന്നെ കൊടുത്തവരുടെ അടിമയായി മാറുമെന്ന്. സംഗതി സത്യ. ഏതാണ്ട് അതുപോലല്ലേ മാളു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്തോ അമ്മ ഈ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെന്താ? ഈ കാലത്തും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആ ജോത്സ്യൻ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ചതാവും. നീ ചുമ്മാ ദൈവദോഷം പറയല്ലേ അശ്വതി. കണിയാൻ എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? പിന്നെ ഈ വന്ന കാലത്ത് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോന്നാണ് നിന്റെ സംശയമെങ്കിൽ, പിടിക്കുന്നിടം ജയിക്കാൻ മനുഷ്യന്മാർ ഏതു വഴിയും സ്വീകരിക്കും. അതിന് കൂടോത്രമൊന്നോ കൈവശമൊന്നോ ഒന്നുമില്ല. നമ്മുടെ തെക്കേക്കരയിലെ ശാന്തേച്ചിയുടെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ? എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന നല്ല മിടുമിടുക്കി കൊച്ച്, വാട്ടർ അതോറിറ്റിയിൽ ഉയർന്ന ജോലിയുള്ള നല്ല യോഗ്യനായ പയ്യൻ. ഒടുക്കം കല്യാണത്തലേന്ന് ചെറുക്കനും കൂട്ടരും പെണ്ണിന്റെ വീട്ടിൽ വന്നപ്പോ ആട് കിടന്നിടത്ത് പൂടയില്ലെന്ന് പറഞ്ഞതുപോലെയായി. അന്വേഷിച്ച് ചെന്നപ്പോ പെണ്ണൊരു കൂലിവേലക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. തല്ലിക്കൊന്ന അവൾ അവിടുന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. കല്യാണം മുടങ്ങിയതിനും വലിയ നാണക്കേടല്ലയോ പെണ്ണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ പോയി പൊറുക്കുന്നത്? ഹോ, അങ്ങനെ ശാന്തേച്ചു പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പോ തെളിഞ്ഞതെന്താ? പയ്യന്റെ വല്യമ്മച്ചി തള്ള പറ്റിച്ച പണിയായിരുന്നു. ഓറഞ്ച് ജ്യൂസിൽ കൈവശം കൊടുത്തു എന്നാ പറയുന്നത്. എന്റെ അമ്മേ, ഇതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാവും. ആ പെങ്കൊച്ച് ആ പയ്യനുമായി നേരത്തെ ഇഷ്ടത്തിലായിരുന്നു കാണും. കല്യാണത്തലേന്ന് അവൾ അവന്റെ വീട്ടിൽ പോയിട്ടും ഉണ്ടാവും. അതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇങ്ങനെ ചില കഥകളും മതിയല്ലോ. അതെ അമ്മേ, അങ്ങനെയാകാം. നിങ്ങളിതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. ദേ, പരിഹാരക്രിയ ചെയ്ത് മന്ത്രവാദി മറുമരുന്ന് കൊടുത്തപ്പോ മുഴുത്ത 2 ഓറഞ്ചിന്റെ അല്ലിയാ അവൾ ആദ്യം ഛർദ്ദിച്ചതെന്ന് അത് കണ്ടു നിന്ന പുത്തമ്പുരയിലെ മീനാക്ഷി ചേച്ചിയാ എന്നോട് പറഞ്ഞത്. നീ ചിരിക്കണ്ട. അവർക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വേണോന്ന് വെച്ചാ ഈ കാലത്തും നടക്കും. എന്നിട്ട് മാളുവിന്റെ കാര്യത്തിൽ പരിഹാരം വല്ലതും ഉണ്ടോന്ന് അമ്മ അന്വേഷിച്ചോ? അതെന്ത് ചോദ്യാ മുരളി? ആ കാര്യം അന്വേഷിക്കാതെ ഞാൻ വരുവോ? പരിഹാരവും പറഞ്ഞു തന്നു, അത് ചെയ്യുന്ന ആളുടെ വിലാസവും തന്നു. ആള് കിളിമാനൂർക്കാരനൊരു സിദ്ധനാ. കൈവശവും കൂടോത്രമൊക്കെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണെന്നാ കൃഷ്ണൻകണിയാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും വിലാസവും ഫോൺ നമ്പരും ഒക്കെ കയ്യോടെ വാങ്ങി ഇങ്ങ് പോന്നു. നിങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മുരളിയേട്ടാ? സത്യം പറഞ്ഞ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പിന്നെ പൂജയോ മന്ത്രവാദോ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. മാറു മുരളി, നീ കണ്ടോ? അയാള് വന്ന് പരിഹാര പൂജ ചെയ്ത് ജപിച്ചൂതിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാ കൊച്ചു പിന്നെ നമ്മുടെ പഴയ മാളുക്കുട്ടിയാവും. ആ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഞാൻ കയ്യോടെ അയാളെ ഒന്ന് വിളിക്കട്ടെ. അപ്പോ നമ്മളിതൊക്കെ ചെയ്യാൻ പോവാണോ മുരളിയേട്ടാ? ചിലപ്പോ അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. നമ്മളായിട്ട് അതൊന്നും തള്ളിക്കളയാൻ പോകണ്ട. ഞാൻ ഇറങ്ങട്ടെ.
അപ്പു റെഡിയായില്ലേ നീ? ദാ നിന്റെ ബുള്ളറ്റിന്റെ കീ. നീ വണ്ടി ഓടിക്കാൻ ഓക്കെ ആണല്ലോ അല്ലേ? അതോ ഞാൻ ടാക്സി അറേഞ്ച് ചെയ്യണോ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഞങ്ങൾക്കൊന്ന് പുറത്തു പോണം. പറ്റില്ല, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതൊന്നും വി പിക്ക് മനസ്സിലായില്ലേ? ഞാൻ കരുതിയത് അതെല്ലാം മനസ്സിലാക്കിയിട്ടാ വി പി മിണ്ടാതിരിക്കുന്നതെന്ന്. പറഞ്ഞതെല്ലാം കേട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിനർത്ഥം ഞാനെല്ലാം സമ്മതിച്ചു എന്നല്ല. രണ്ടുപേർക്കും പുറത്തു പോവാം, ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടണം. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം സിമ്പിളാണ് എന്നുവെച്ച് ഉത്തരം അതുപോലെ ആയിക്കൊള്ളുന്നില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഗീതയ്ക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. പറയുന്ന മറുപടിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം തനിക്ക്. ഇതെന്താ വി പി, ക്ലാസ് റൂമോ അതോ ടി വിയിലെ റിയാലിറ്റി ഷോയോ? ശരി, വി പിയുടെ ചോദ്യോത്തര പരിപാടി നടക്കട്ടെ. ശരി ഉത്തരം പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന സമ്മാനം എന്താന്ന് കൂടെ അറിഞ്ഞാൽ കൊള്ളാം. സ്വാതന്ത്ര്യം, ആബ്സല്യൂട്ട് ഫ്രീഡം. അതല്ലേ കുറച്ചു മുമ്പ് തനിക്ക് വേണമെന്ന് താൻ ക്ലെയിം ചെയ്തത്? എന്താ, സമ്മാനം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് എന്റെ ചോദ്യത്തിലേക്ക് കിടക്കാലോ അല്ലേ? വി പിക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഗീത ഇപ്പൊ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നത് തന്റെ മോളോടൊപ്പോ അതോ മോനോടൊപ്പോ? ഏയ് കമോൺ ഗീത, ആൻസർ മൈ ക്വസ്റ്റ്യൻ. മോളോടൊപ്പമാണെന്ന് പറഞ്ഞ ഓഫ് കോഴ്സ് തനിക്കിപ്പോ ഉറപ്പായും ആ മോളെയും കൂട്ടി പുറത്തു പോവാം. കാരണം ആ ഉത്തരത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. വിജയ് പണിക്കർക്കും ഗീതാലക്ഷ്മിക്കും ഉണ്ടായ കുഞ്ഞ് പെണ്ണാണെന്ന് റെക്കോർഡിക്കലി തെളിവുണ്ട് എൻ്റെ പക്കൽ. പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഈ വീട്ടിലും സൊസൈറ്റിയിലും ജീവിക്കണം. ജീവിക്കാൻ തയ്യാറാവണം നിന്റെ മോള്. അതല്ല രണ്ടാമത്തെ ഓപ്ഷനാണ് താൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ദാ ഈ ഡോറും പുറത്തെ ഗേറ്റും ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും. മനസ്സിലായോ? ഇനി പറ, ഞാൻ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം പറ. ആരോടൊപ്പമാ താൻ പുറത്തു പോകുന്നത്? ഒന്ന് മതിയാക വി പി, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ കഴിയുന്നു? അതേടോ, ഞാൻ ക്രൂരൻ തന്നെയാ. എന്നെങ്ങനെ ആക്കി തീർത്തത് ദാ ഈ നിൽക്കുന്ന ജന്മം തന്നെയാ. താൻ പ്രസവിച്ച തന്റെ സന്തതി 21 വയസ്സുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയില്ലേ? പക്ഷെ എന്ത് പ്രയോജനം ഗീത? ഉണ്ടായത് ആണാണോ അതോ പെണ്ണാണോ എന്ന് ജനിപ്പിച്ച അച്ഛനമ്മയ്ക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു പാഴ് ജന്മം. എന്തിനാ ഗീത നമുക്ക് ഇങ്ങനെയൊരു വി പി, മതിയാക്ക്. ഇനി ഒരു അക്ഷരം ഇതേപ്പറ്റി വി പിയുടെ നാവിൽ നിന്ന് വരരുത്. ഇത് ആദ്യമായിട്ടല്ല വി പി എന്നോട് ഇങ്ങനെ പറയുന്നത്.
ഒരിക്കൽ ഞാൻ ക്ഷമിച്ചത് നിങ്ങളുടെ വേദനയും വിഷമവും മനസ്സിലായത് കൊണ്ടാ. പക്ഷെ അത് ശീലമാക്കണ്ട. ഞാൻ പ്രസവിച്ച കുട്ടിയായത്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്കൊരുപോലെയാ. ഞാൻ സഹിച്ചു. താൻ സഹിച്ചോ? പക്ഷെ എനിക്ക് പറ്റില്ല. നാട്ടുകാരുടെയും എൻ്റെ പരിചയക്കാരുടെയും മുമ്പിൽ എനിക്ക് ഈ സന്താനത്തിന്റെ പേരിൽ നാണം കെട്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ നിലയും വിലയുണ്ട്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ട്. എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എൻ്റെ അന്തസ്സിനൊത്ത് ജീവിച്ചേ പറ്റൂ. ദീപി, ഇതാ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ അന്തസ്സ്, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ ജീവിതം, ഞാൻ എൻ്റെ. ഇതല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? പുരാണത്തിൽ ഒരു ദേവന്റെ കഥ പണ്ട് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. താൻ ഭയങ്കര സുന്ദരനാണെന്നും അതുകൊണ്ട് അപ്സരസുകൾ എല്ലായ്പ്പോഴും തന്നെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നും വിചാരിച്ച് ഉറക്കത്തിൽ പോലും അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന ഒരു പാവം. അതുപോലൊരു സ്വപ്നലോകത്താ ഇപ്പോൾ വി പിയും. ലോകം മുഴുവനും തന്നെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്നാ വി പിയുടെ വിചാരം. അതൊരു മണ്ടൻ തോന്നലാ വി പി. മതി മതി, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇല്ല, വി പി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാ എന്റെ സങ്കടം. നോക്ക്, അപ്പുവിന് വി പിക്കുള്ള അവകാശവും അധികാരവും അമ്മയെന്നുള്ള നിലയിൽ എനിക്കും ഉണ്ട്. ഇനി മുതൽ അവളുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കുന്നേ. അപ്പുവിനെയും കൂട്ടി പുറത്തു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാ പോകുന്നത്. ദയവ് ചെയ്ത് വി പി തടസ്സം പറയാനോ തർക്കിക്കാനോ നിൽക്കരുത്, പ്ലീസ്. അപ്പോ നീ വാ. ഞാൻ ധിക്കാരം കാണിച്ചു എന്ന് വി പിക്ക് തോന്നണ്ട. പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നല്ലതിന് വേണ്ടിയാ. അത്രയെങ്കിലും മനസ്സിലാക്കിയാ നല്ലത്. സോറി അരുൺ, താൻ കാത്തിന്ന് മുഷിഞ്ഞോ? സൈറ്റിലെ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ക്ലയൻറ്റുമായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു, അതാ ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. അങ്കിളിൻ്റെ തിരക്ക് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല, എന്തായാലും കാണണമെന്ന് പറഞ്ഞത്? ഞാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അങ്കിളിന് ഗസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മാളവികയെ 2 ദിവസമായിട്ട് കോളേജിൽ കാണുന്നില്ല. മാളവികയെ മാത്രമല്ല, അപൂർവയും. അതിനെപ്പറ്റി അങ്കിളിനോടൊന്ന് നേരിട്ട് അന്വേഷിക്കാമെന്ന് കരുതിയാ വന്നത്. എന്താ അങ്കിൾ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സോറി, എന്നോട് ഷെയർ ചെയ്യാൻ അങ്കിളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചോദ്യം ഇഗ്നോർ ചെയ്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, 1-2 ദിവസമായി മാളവിക കോളേജിൽ കാണാത്തതുകൊണ്ട് ഒരു ടെൻഷൻ. അതുകൊണ്ടാ അങ്കിളിനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയത്. അരുണിനോട് അവിടെ കാര്യം ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മാളുവിന് നല്ല സുഖമില്ല, അതുകൊണ്ടാ അവള് ക്ലാസ്സിൽ വരാത്തത്. എന്തുപറ്റി അങ്കിൾ? അന്ന് അപ്പുവിനോടൊപ്പം മാളു കറങ്ങി നടക്കുന്ന വിവരം അരുൺ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അപ്പുവിനോടൊപ്പം അവളുടെ വീട്ടിലായിരുന്നു മാളു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവളെ തല്ലിയും വഴക്കുറയും ഒക്കെ ചെയ്തു. പോരാത്തതിന് വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവൾ ആകെ ഡിപ്രഷനിലാണ്. അത്രയ്ക്ക് വേണമായിരുന്നു അങ്കിൾ.
ചെയ്തതൽപ്പം കടന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിനും ഒന്നും എൻ്റെ കൺട്രോളിൽ നിന്നില്ല. അപ്പുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ലെന്ന് അവളെ അറിയിക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ മാളു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതാണ് അവളെ അത്രയ്ക്ക് അപ്സെറ്റ് ആക്കിയത്. പോട്ടെ അങ്കിൾ, 1-2 ദിവസം കഴിഞ്ഞ് മാളവിക ഓക്കെ ആയിക്കോളും. അങ്കിളും ആൻറ്റിയും മുത്തശ്ശിയൊക്കെ മാളവികയോട് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഡീൽ ചെയ്താൽ മതിയാവും. ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളിപ്പോൾ വല്ലാത്തൊരു വാശിയില്ല. ഞാനും അശ്വതിയൊക്കെ എത്ര ശ്രമിച്ചിട്ടും അവൾ റൂം വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറാകുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തടവി കഴിയുന്നത് പോലെ അവളുടെ പെരുമാറ്റം. എനിക്കറിയാം, എന്നോടുള്ള വാശി തീർക്കുക അവള്. അപ്പുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഞാൻ സമ്മതിച്ച അവളുടെ വാശിയും പിടക്കമൊക്കെ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അരുൺ, അവളുടെ ആ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനം നല്ലത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അങ്കിളും ആൻറ്റി ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് അവൾക്ക് ബോധ്യമായാൽ പിന്നെ മാളവികയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അല്ല, അപൂർവ എന്താ കോളേജിൽ വരാത്ത അങ്കിൾ? ഇതുവല്ലതും അറിഞ്ഞിട്ടാണോ? അതൊന്നും എനിക്ക് അറിയില്ല അരുൺ. അവരുടെ കാര്യം ഇനിയോട്ട് അറിയാനും എനിക്കോ എൻ്റെ ഫാമിലിക്കോ തീരെ താല്പര്യമില്ല. അത് തന്നെ അങ്കിൾ നല്ലത്. അല്ലെങ്കിലും ആ കുട്ടി കാരണം എത്ര പേരെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടത്. അപൂർവ കോളേജിൽ വരാത്ത 1 മാസം മാളവികയ്ക്ക് കോളേജിൽ വരാനും കൃത്യമായിട്ട് പഠിക്കാനും പറ്റിയിരുന്നു. എന്നാ കുട്ടി ക്ലാസ്സിൽ വീണ്ടും ജോയിൻ ചെയ്തോ അന്ന് മുതൽ തുടങ്ങി പിന്നെയും പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, അത് രഹസ്യമായിട്ട് വെക്കേണ്ടതിന് പകരം കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ അത് കൊട്ടി ആഘോഷിച്ച് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ക്യാമ്പസിൽ ഉണ്ടായെന്നറിയോ? അത് മാത്രമല്ല അങ്കിൾ, ക്യാമ്പസിൽ അപൂർവ ഇല്ലാതിരുന്ന സമയം കൊണ്ട് മാളവിക മറ്റുള്ള സ്റ്റുഡൻസുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് വരുമായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സ്റ്റുഡൻസിനിടയിലുള്ള മോശം ഇമേജൊക്കെ മാറി തുടങ്ങിയതാ. പക്ഷെ ആ കുട്ടി തിരിച്ചെത്തിയതോടെ എല്ലാം വീണ്ടും താറുമാറായി. മാളവിക ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അപൂർവ അതിന് സമ്മതിക്കില്ലെന്നേ. അതല്ലേ കുഴപ്പം? എന്ത് വേണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അരുൺ. സത്യം പറയാലോ, ആ വീട്ടുകാരെ പേടിച്ച് എല്ലാം വിറ്റുപിറക്കി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയതാ. ശേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ അങ്ങനെ അവളെ പേടിച്ച് ഇവിടെ വന്ന് മാറി താമസിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അങ്കിൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്ത് വന്നാലും ഇനി അപൂർവമായി ഒരു കോണ്ടാക്റ്റിനും മാളവിക അനുവദിക്കാതിരിക്കുക. വീട്ടിലെ കാര്യം എങ്ങനെ മാനേജ് ചെയ്യാം? പക്ഷെ കോളേജിൽ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? അതോർത്ത് അങ്കിള് ടെൻഷൻ ആവണ്ട. അപൂർവയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവൾക്കിനി കോളേജിൽ അധിക നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ അത്രയ്ക്ക് വെറുപ്പാവളെ. എന്തെങ്കിലും ഒരു നിസ്സാര കാരണം കിട്ടാൻ കാത്തിരിക്കുക പ്രിൻസിപ്പൽ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ.